അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു അടുത്ത പരിപാടികൾ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പശു വളർത്തൽ, കന്നുകാലി വളർത്തലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കന്നുകാലി വളർത്തുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഒരു രീതിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KS കാലിത്തീറ്റ അതുപോലുള്ള കാലിത്തീറ്റകൾ, ഒരു കമ്പനിക്കാരെ മാത്രമായിട്ട് ഞാൻ പറയില്ല, ആരും ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല, എങ്കിലും അങ്ങനെയുള്ള പെല്ലറ്റ്സ് ആണ് നമ്മൾ കൂടുതലും നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ധാന്യപ്പൊടികൾ, അതുപോലെ തന്നെ തവിടുകൾ, ഈ അരിത്തവിടൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത്. ഞാൻ എപ്പോഴും അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിയയുടെ കണ്ടന്റിന്റെ പെർസെൻറ്റേജ് നോക്കണം. അത് ഏറ്റവും കുറവായിട്ടുള്ളത് വേണം കൊടുക്കാൻ. അതല്ലെങ്കിൽ പാല് നല്ലതുപോലെ കിട്ടും പശു. പക്ഷേ നമ്മുടെ ആ പശുവോ എരുമയോ എന്തും ആയിക്കോട്ടെ, അത് സ്ലോ ഡെത്താണ് അതിന് നടക്കുന്നത്. അത് നമ്മളതിനെ കൊന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതലായിട്ട് പാൽ ഊറി വരികയും അതിൻ്റെ യൂറിയ കണ്ടൻസ് കൂടുതലാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്കായാലും ഇതൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും അതുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മിനറൽ മിക്സർ, തവിട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ഉള്ള കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മിനറൽ മിക്സറുകളൊക്കെ മേടിക്കാൻ കിട്ടും. അതുള്ള മിനറൽ മിക്സർ അതിനോട് ആഡ് ചെയ്യുക, ലിവർ ടോണിക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ തീറ്റയ്ക്കകത്തിൽ തവിട്, അതുപോലെ തന്നെ ധാന്യപ്പൊടി, പെല്ലറ്റ് എന്ന് പറയുന്നത് ഞാൻ അൾട്ടിമ എന്ന് പറയുന്ന ഒരു പെല്ലറ്റാണ് ഞാൻ കൊടുക്കുക. അതിനകത്ത് 0% ആണ് അതിൻ്റെ യൂറിയ കണ്ടന്റ്. അപ്പോൾ യൂറിയ കണ്ടന്റ് ഒട്ടുമില്ലാത്ത അത്തരം പെല്ലറ്റുകൾ. പിന്നെ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്ക് ഞാൻ നല്ലത് കൊടുക്കും. അത് ഈ കടലപ്പിണ്ണാക്ക് നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന കറുത്തിരിക്കും, ആ ടൈപ്പ് അല്ല. കടലപ്പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ നല്ല ചുമന്നിരിക്കുന്ന നല്ല കളറുള്ള നല്ല മണമുള്ള കടലപ്പിണ്ണാക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടാണ് മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ബിയർ വേസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ ഈ ചെങ്ങന്നൂർ ഭാഗത്തുള്ളവരോടാണ് പറയുന്നത്. നമ്മളിൽ പലയിടത്തും പോയി പല സാധനങ്ങൾ മേടിച്ച് നമ്മുടെ ഉരുക്കൾക്ക് കൊടുക്കാറുണ്ട്. അതിനെക്കാട്ടിലൊക്കെ വളരെ ബെറ്ററായിട്ടും വളരെ ഫീഡ് കോസ്റ്റ് കുറച്ചും നമുക്ക് കിട്ടുന്ന ഒരു കടയുണ്ട്. നമ്മുടെ ചെങ്ങന്നൂർ കൊല്ലകടവ് റൂട്ടിൽ കുളിക്കാമ്പാലം ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു 150-200 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ വല സൈഡിൽ നമ്മുടെ സോളമൻ്റെ കടയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സോളമൻ്റെ കട കേട്ടോ. ബാക്കി അകത്ത് കയറി കാണും. ഇത് നമ്മുടെ രാജൻചേട്ടനാണ് കേട്ടോ, നമ്മുടെ പഴയ പുലി. ഇതാണ് സോളമൻ്റെ കടയാണ്, കടയുടെ ഗോഡൗണാണിത്. അങ്ങനെ നമ്മുടെ ധാന്യപ്പൊടി ചാക്കായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് 45 കിലോയുടെ പാക്കറ്റാണ്. ഇത് പല ക്വാളിറ്റി ഉണ്ട്. സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇതാണ് നമ്മുടെ കടലപ്പിണ്ണാക്കണ്ടത്, നല്ല കടലപ്പിണ്ണാക്കാണ്. ഇത് കടയിൽ നിന്ന് മേടിച്ചത് കറുത്തിരിക്കുക. അത് മേടിച്ച് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതെല്ലാം മണ്ണും പൊടിയും വേറെ ആയിട്ടൊക്കെ സാധനങ്ങളാണ്. ഇത് വേണമല്ലേ, ഇതാണ് നമ്മുടെ ധാന്യപ്പൊടി മിക്സ്ഡാണ്. എല്ലാത്തരം ധാന്യത്തിൻ്റെ പൊടിയാണിത്. ഈ ബിയർ വേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ ബുധനൂരുള്ള അരുണിൻ്റെ ഒരു വലിയൊരു ഫാക്ടറി പോലെ അവൻ നടത്തുന്നുണ്ട്. അവിടെ നിന്ന് മിക്സ് ചെയ്ത് തരുന്നതാണിത്. ഞാൻ വീട്ടിൽ കൊണ്ട് തരും. നല്ല റിസൾട്ടുള്ള സാധനമാണ്. ഇതാണ് ശാന്തിയുടെ അൾട്ടിമ പ്ലസ്. ഇതിനകത്ത് യൂറിയ കണ്ടൻസ് തീരെയില്ല കേട്ടോ, വളരെ ചെറിയ പെല്ലറ്റാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു 7 കിലോ ഡ്രൈ തീറ്റ, ഒരു 400 കിലോയെങ്കിലും വെയിറ്റ് 400 മുകളിലേക്ക് വരുന്ന പശുക്കളുടെ കാര്യമാണ് പറയുന്നത്. 7 കിലോയെങ്കിലും ഇങ്ങനെ ഡ്രൈ തീറ്റയും മറ്റ് 7 കിലോ എന്ന് പറയുന്നത് അതിനെ മേയാൻ വിട്ടിട്ടോ നമ്മൾ ചെത്തി കൊടുക്കുന്ന പുല്ലോ ആ രീതി. അപ്പോൾ മാത്രമേ അതിൻ്റെ ഡൈജഷൻ കറക്റ്റ് ആകത്തുള്ളൂ. ഇങ്ങനെ സങ്കര തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല ഏതെങ്കിലും ഒരു കാലിത്തീറ്റ മേടിച്ചിട്ട് പശുവിനിട്ട് കൊടുത്താൽ അത് നമുക്ക് ഗുണത്തേക്കാറായിട്ട് ദൂഷ്യം. താൽക്കാലികമായി കുറേയേറെ പാല് കിട്ടും, പക്ഷേ പശു സ്ലോ ഡെത്തായിരിക്കും. അപ്പോൾ ഇതൊക്കെ കർഷകർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്ക് പശു എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അതിനെ നമ്മൾ കൊന്നുകളയാനുള്ള സാധനമല്ല. എന്താണ് പറയുന്നത്, ഏറ്റവും വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെയുള്ള തീറ്റ കൊടുത്താൽ പശു വളരെയധികം പെട്ടെന്ന് ചന പിടിക്കുകയും, ഇപ്പോൾ ചന പിടിക്കാത്തൊക്കെ വലിയ പ്രശ്നമാണ്. അതിങ്ങനെയുള്ള യൂറിയ കണ്ടൻ്റുള്ള തീറ്റ കൊടുക്കുന്നതുകൊണ്ടാണ് ഭാവിയിൽ ചന പിടിക്കാതെ പോകുന്നത്. അതൊക്കെ വലിയ നഷ്ടങ്ങളാണ് കർഷകർക്കുണ്ടാകുന്നത്. താൽക്കാലികമായി നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും ഭാവിയിൽ നമുക്ക് നല്ലത് ഇതാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ശരി, എല്ലാവർക്കും നമസ്കാരം.